നാട്ടിലെ വ്യാജ റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട് സൗദിയിൽ മാസങ്ങളോളം ദുരിതത്തിലായ 24 നഴ്സുമാർക്ക് ഒടുവിൽ മോചനമായി. വിസ ഫീസായി 2.5 ലക്ഷത്തോളം രൂപ നൽകി റിയാദിലെത്തിയ ഇവർക്ക് വാഗ്ദാനം ചെയ്ത ജോലിയോ ശമ്പളമോ ലഭിക്കാതെ 6 മാസത്തോളമാണ് മാൻപവർ കമ്പനിയുടെ ക്യാമ്പിൽ കഴിയേണ്ടി വന്നത്. ഇന്ത്യൻ എംബസിയുടെ ശക്തമായ ഇടപെടലിന്റെയും വേൾഡ് മലയാളി ഫെഡറേഷൻ ഭാരവാഹികളുടെ പരിശ്രമത്തെയും തുടർന്ന് ഇവർക്ക് റിയാദിലെ സ്വകാര്യ ആശുപത്രിയിൽ പുതിയ ജോലി ലഭിക്കുകയും സ്പോൺസർഷിപ്പ് വിജയകരമായി മാറ്റുകയും ചെയ്തു. സമാനമായ വിസ തട്ടിപ്പുകൾ ഗൾഫ് നാടുകളിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നോർക്ക റൂട്ട്സ് വഴിയോ ഒഡേപെക് തുടങ്ങിയ സർക്കാർ അംഗീകൃത ഏജൻസികൾ വഴിയോ കേന്ദ്ര സർക്കാരിന്റെ മൈഗ്രേറ്റ് പോർട്ടലിൽ അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ വഴിയോ മാത്രം വിദേശ തൊഴിൽ ഉറപ്പാക്കണമെന്ന് പ്രവാസി സംഘടനകളും അധികൃതരും ഓർമ്മിപ്പിക്കുന്നു. കുവൈറ്റിലെ സർക്കാർ ഓഫീസുകൾ സെപ്റ്റംബർ 1 മുതൽ സാധാരണ സമയക്രമത്തിലേക്ക് മടങ്ങുന്നു. വേനൽക്കാല ക്രമീകരണങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയിരുന്ന 6 മണിക്കൂർ ജോലി സമയം ഓഗസ്റ്റ് 31 അവസാനിക്കും. ഇതോടെ സെപ്റ്റംബർ 1 മുതൽ ജീവനക്കാരുടെ പ്രതിദിന പ്രവൃത്തി സമയം വീണ്ടും 7 മണിക്കൂറാകും. കടുത്ത വേനലിലെ ഊഷ്മാവും വൈദ്യുതി ഉപഭോഗവും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ജൂൺ 1 മുതൽ ഓഫീസുകളിൽ 6 മണിക്കൂർ ജോലി സമയം നിശ്ചയിച്ചിരുന്നത്. പുതിയ ഉത്തരവോടെ പഴയ രീതിയിലുള്ള രാവിലത്തെയും വൈകുന്നേരത്തെയും ഷിഫ്റ്റ് സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. അതേസമയം പ്രത്യേക ജോലി സ്വഭാവമുള്ള വകുപ്പുകൾക്ക് നിലവിലെ പ്രത്യേക സമയക്രമത്തിൽ തുടരാൻ സിവിൽ സർവീസ് ബ്യൂറോ അനുമതി നൽകിയിട്ടുണ്ട്. മദീനയിൽ മനുഷ്യക്കടത്തും പെൺവാണിഭവും നടത്തിയ 2 പ്രവാസി വനിതകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദീന പോലീസും കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവും സംയുക്തമായി നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലാണ് ഇവർ വലയിലായത്. വാണിഭ സംഘത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷാ സേനയുടെ റെയ്ഡ്. പിടിയിലായ വനിതകൾക്കെതിരെ പ്രാഥമിക നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കേസ് തുടർ നടപടികൾക്കായി ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ പെൺവാണിഭവും മനുഷ്യക്കടത്തും കടുത്ത ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ്. ഇത്തരം സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദേശികൾക്ക് വലിയ തുക പിഴയും നീണ്ട ജയിൽവാസവും അതിനുശേഷം ആജീവനാന്ത വിലക്കോടെയുള്ള നാടുകടത്തലുമാണ് ശിക്ഷയായി ലഭിക്കുക. രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനധികൃത തൊഴിൽ രീതികൾ തടയുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയം പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകുന്നു. സമാനമായ കുറ്റകൃത്യങ്ങളോ സംശയാസ്പദമായ നീക്കങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട സുരക്ഷാ വിഭാഗത്തെ അറിയിക്കണമെന്നും പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. UAE കരസേനയിലേക്ക് സ്വദേശികളായ യുവാക്കളെ ക്ഷണിച്ച് പ്രതിരോധ മന്ത്രാലയം. 18നും 35നും ഇടയിൽ പ്രായമുള്ള ഇമ്രാത്തി പൗരന്മാർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 9ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത, ശാരീരിക ക്ഷമത, മികച്ച സ്വഭാവ മഹിമ എന്നിവയാണ് പ്രധാന യോഗ്യതകൾ. കൂടാതെ രാജ്യത്തെ നിർബന്ധിത ദേശീയ സേവനം പൂർത്തിയാക്കിയവർക്കായിരിക്കും അവസരം. അബുദാബി, അൽ നഹിയാൻ, അലൈൻ, ഷാർജ, അൽ റഹ്മാനിയ എന്നിവിടങ്ങളിലെ റിക്രൂട്ട്മെന്റ് സെന്ററുകൾ നേരിട്ട് സന്ദർശിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രാജ്യസുരക്ഷ ശക്തമാക്കുന്നതിനോടൊപ്പം സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം പുതിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കുമായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലും ബന്ധപ്പെടാം. സൗദി അറേബ്യയുടെ തെക്കൻ അതിർത്തി മേഖലയായ നജ്റാനിലെ എയർപോർട്ടും എണ്ണ കമ്പനിയായ അരാംകോയുടെ കേന്ദ്രവും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ അവകാശപ്പെട്ടു. നജ്റാൻ വിമാനത്താവളത്തിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രവും ആരാംകോ താവളവും വിജയകരമായി ലക്ഷ്യം വെച്ചതായി ഹൂതി സൈനിക വക്താവ് യഹിയ സരി വ്യക്തമാക്കി. തങ്ങളുടെ വ്യോമാതിർത്തി സൗദി ലംഘിച്ചതിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹൂതികളുടെ വാദം. എന്നാൽ ഈ ആക്രമണത്തെക്കുറിച്ചോ നാശനഷ്ടങ്ങളെക്കുറിച്ചോ സൗദി ഭരണകൂടം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മേഖലയിൽ വെടിനിർത്തൽ ധാരണകൾ തകർന്നതിനെ തുടർന്ന് സൗദിയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾക്കും നേരെ ഹൂതികൾ ആക്രമണം വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.